അടുത്ത വാർത്ത കോഴിക്കോട് നിന്നാണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ വാഹന വ്യൂഹത്തിനിടയിലേക്ക് CPMന്റെ ജില്ലാ സെക്രട്ടറി P മോഹനന്റെ മകൻ ജൂലിയസ് കാർ കയറ്റിയത്. ആദ്യം പോലീസ് വെറുതെ വിട്ടിരുന്നു. പോലീസ് ഇക്കാര്യം സീരിയസ് ആയി എടുത്തിരുന്നില്ല. പിന്നീട് പിഴയിട്ട് ജൂലിയസിനെ വെറുതെ വിടുകയായിരുന്നു. 1000 രൂപ പിഴ മാത്രമാണ് ചുമത്തിയിരുന്നത്. പക്ഷേ ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി പോലീസ് സമ്മർദ്ദത്തിലാകുകയും ജൂലിയസിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ വാഹന വ്യൂഹത്തിനിടയിലേക്ക് കാർ ഇടിച്ചു കയറ്റിയ ജൂലിയസ് P മോഹനന്റെ മകൻ ജൂലിയസിനെതിരെ കേസ് അത് നിലനിൽക്കില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതേസമയം ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകുവാനാണ് ഗോവ രാജ്ഭവന്റെ തീരുമാനം. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി MS അനീഷ് കുമാർ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. അനീഷ്, എന്തായാലും പോലീസ് ഇപ്പോഴും തലോടുകയാണല്ലോ ജൂലിയസിനെ. അതൊരു വലിയ സംഭവമല്ല എന്ന രീതിയിലാണല്ലോ പോലീസ് പറയുന്നത്. ഇന്ന് ഗോവ രാജ്ഭവനിൽ നിന്ന് ചീഫ് സെക്രട്ടറിക്ക് ഒരു പരാതി വരുവാനുള്ള സാധ്യത കാണുന്നുണ്ടോ? തീർച്ചയായും ഗോവ രാജ്ഭവനിൽ നിന്നും ചീഫ് സെക്രട്ടറി പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകും എന്ന രീതിയിലായിരുന്നു വിവരങ്ങൾ. എന്നാൽ അത് നേരിട്ട് സർക്കാർ തലത്തിലേക്ക് തന്നെ നൽകുക എന്ന നിലപാടിലേക്ക് രാജ്ഭവൻ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇത്രയധികം വിവാദങ്ങൾ ഉയരുമ്പോഴും ഇപ്പോഴും പോലീസ് ഈ സംഭവത്തെ ലഘൂകരിച്ച് തന്നെ കാണുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം അബദ്ധവശാൽ നടന്ന ഒരു സംഭവം എന്ന രീതിയിലാണ് പോലീസ് ഇപ്പോഴും ഇതിനെ പറയുന്നത്. വാഹനവ്യൂഹം കടന്നുപോയതിന് തൊട്ടു പിന്നാലെ ഈ വാഹനം പോലീസ് പരിശോധിച്ചിരുന്നു. ഈ വാഹനത്തിൽ ദുരൂഹമായും അസ്വാഭാവികമായും ഒന്നും കണ്ടില്ല. ജൂലിയസിനെ പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അയാളോട് സംസാരിച്ചതിൽ നിന്നും കാര്യമായ അസ്വാഭാവികത ഈ സംഭവത്തിൽ ഇല്ല എന്നാണ് കണ്ടെത്തിയത്. എന്തായാലും പിഴയീടാക്കി വിട്ടയക്കാനുള്ള കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇത് മറ്റൊരു തലത്തിലേക്ക് ഗോവ രാജ്ഭവൻ ആ സംഭവത്തെക്കുറിച്ച് സ്വന്തം നിലയ്ക്ക് അന്വേഷണം നടത്തുകയും ഒപ്പം സംസ്ഥാന സർക്കാരിന് ഔദ്യോഗികമായി പരാതി നൽകി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ പോലീസിന് ആ രീതിയിൽ മുന്നോട്ട് പോകേണ്ടി വരും. എന്തായാലും നിലവിൽ കസബ പോലീസ് ഇതൊരു ഗൗരവമുള്ള സംഭവമല്ല, ഒരു അബദ്ധം എന്ന രീതിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ഗോവ ഗവർണറുടെ വാഹനം, അതിന് തൊട്ടു പിന്നിൽ എസ്കോർട്ട് വാഹനം, ഇതിന് രണ്ടിനും ഇടയിലേക്ക് ജൂലിയസിന്റെ കാർ വന്ന് കയറുന്നതാണോ? അങ്ങനെയാണോ സംഭവിച്ചിരിക്കുന്നത്? ഇത് ആ ദൃശ്യങ്ങളല്ല മഞ്ജുഷ്. വാഹനവ്യൂഹം കടന്നുപോയ ശേഷം ഉള്ള പോലീസ് ശേഖരിച്ച ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യത്തിൽ യാതൊരു തരത്തിലുമുള്ള അലോസരങ്ങളില്ലാതെ അദ്ദേഹത്തിന്റെ വീട്ടിലെ ഭാഗത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ്. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കോൺവോയ്ക്ക്, ഈ വാഹനവ്യൂഹത്തിന് കാര്യമായ ഒരു ചിതറൽ ഈ വാഹനം ഇടിച്ചു കയറ്റിക്കൊണ്ടുണ്ടായില്ല എന്ന് സ്ഥാപിക്കുന്നതിന് പര്യാപ്തമായൊരു ദൃശ്യമാണ് എന്നാണ്. എന്തായാലും ഈ ദൃശ്യം ആ കോൺവോയ് തടസ്സപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ അല്ല. ശരി, അനീഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇക്കാര്യത്തിൽ ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകുവാനാണ് ഗോവ രാജ്ഭവന്റെ തീരുമാനം. ഇന്നോടുകൂടി അത്തരമൊരു പരാതി ചീഫ് സെക്രട്ടറിക്ക് നൽകും. ഇന്നലെ ഗോവ രാജ്ഭവനിൽ തിരക്കുകളുണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്ന്. അതുകൊണ്ടാണ് പരാതി നൽകുന്നത് വൈകിയത് എന്നാണ് ഗോവ രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്.